കെമിക്കൽ റിയാക്ഷനുകളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പം ഫിനോളിനെയും കൺസിഡർ ചെയ്യുമ്പോൾ ഫിനോളിനേക്കാൾ കൂടുതൽ ഇലക്ട്രോഫിലിക് ആരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷന് സാധ്യതയുള്ള ഒന്നാണ് സോഡിയം ഫീനോക്സൈഡ്. അപ്പോൾ എന്താണ് സോഡിയം ഫീനോക്സൈഡ്? ഫീനോള് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് ഉണ്ടാകുന്ന കോമ്പൗണ്ടാണ് സോഡിയം ഫീനോക്സൈഡ്. ഈ സോഡിയം ഫീനോക്സൈഡുകൾ ഫിനോളിനേക്കാൾ കൂടുതൽ റിയാക്റ്റീവാണ്. മാത്രവുമല്ല അവ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്, ആരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിന് വളരെയധികം കൂടുതൽ റിയാക്റ്റീവാണ്. അങ്ങനെയുള്ള റിയാക്ഷനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആ റിയാക്ഷൻ്റെ പേരാണ് കോൾസ് റിയാക്ഷൻ. എന്താണ് കോൾസ് റിയാക്ഷൻ എന്ന് നോക്കാം. കോൾസ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീനോൾ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് സോഡിയം ഫീനോക്സൈഡ് ഉണ്ടാകുന്നു. ഈ സോഡിയം ഫീനോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് എന്ന ഇലക്ട്രോഫൈലുമായിട്ട് റിയാക്ട് ചെയ്യപ്പെടുന്നു. ഇവിടെ നമുക്ക് കാണാം സോഡിയം ഫീനോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് അഥവാ CO2 എന്ന ഇലക്ട്രോഫൈലുമായിട്ട് റിയാക്ട് ചെയ്യുകയും ഇറ്റ് ഈസ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്, ആസിഡ് ഹൈഡ്രോളിസിസ് നടക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് അല്ലെങ്കിൽ 2-ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് ലഭിക്കുന്നു. ഈ 2-ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡിൻ്റെ നിർമ്മാണം വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 2-ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് എന്ന് പറയുന്നത് സാലിസിലിക് ആസിഡ് എന്ന ഓർഗാനിക് കോമ്പൗണ്ടാണ്. ഈ സാലിസിലിക് ആസിഡ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് കാര്യങ്ങളുടെ കമ്പോണൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഫേസ് ക്രീമുകൾ, ഫേസ് ലോഷൻ, ബോഡി ലോഷൻ, ഇതിലെല്ലാം തന്നെ ഒരു മെയിൻ കമ്പോണൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് സാലിസിലിക് ആസിഡാണ്. ഇങ്ങനെ ഉള്ള ഒരു റിയാക്ഷനെയാണ് കോൾസ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. കോൾസ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഫിനോള് കോൺസെൻട്രേറ്റഡ് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് സോഡിയം ഫീനോക്സൈഡ് ഉണ്ടാകുന്നു. ഈ സോഡിയം ഫീനോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് എന്ന ഇലക്ട്രോഫൈലുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുകയും ഇറ്റ് ഈസ് ഫോളോഡ് ബൈ ആസിഡ് ഹൈഡ്രോളിസിസ് 2-ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് ലഭിക്കുകയും ചെയ്യുന്നു. ഈ റിയാക്ഷനെയാണ് കോൾസ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കോൾസ് റിയാക്ഷൻ്റെ പ്രധാനപ്പെട്ട ഒരു അപ്ലിക്കേഷനാണ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് സാലിസൈലിക് ആസിഡ്. ഒരുപാട് ഉപയോഗങ്ങൾ ഉള്ള സാലിസൈലിക് ആസിഡ് എന്ന ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മെത്തേഡാണ് കോൾസ് റിയാക്ഷൻ.